ഹേയ് സിനിസ്ഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത് വിലായത്ത് ബുദ്ധയെ പറ്റിയാണ്. സിനിമയുടെ ഏകദേശം ഒരു ഡേറ്റ് ലോക്കായിട്ടുണ്ട്, 30 ഒക്ടോബർ ഈ മാസം. അപ്പോൾ എന്തായാലും നമുക്ക് ഒഫീഷ്യൽ റിലീസ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മിക്കവാറും ഇത് തന്നെയായിരിക്കും ഉറപ്പിച്ചത് എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് 30-ാം തീയതിയാണ് ഒക്ടോബർ ഇറങ്ങണമെങ്കിൽ സിനിമ ട്രെയിലർ ഈ അടുത്ത് തന്നെ വരും. അപ്പോൾ നമുക്ക് എന്തായാലും സിനിമയുടെ ട്രെയിലറിനും ഒഫീഷ്യൽ ഡേറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ ഒക്ടോബർ 2-ാം തീയതി കാന്താര 2 റിലീസ് ചെയ്യാനുള്ളൂ, അതായത് കാന്താര ചാപ്റ്റർ 1. അപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് ഒരു റിബൽ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ല കിടു സോങ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക. നാളെ ആരൊക്കെ കാന്താര 2 തിയേറ്ററിൽ പോയി കാണണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എൻ്റെ റിവ്യൂ എന്തായാലും നാളെ ചാനൽ വരുന്നതായിരിക്കും. അടുത്തൊരു വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ബിഗ് എംസ്, അതായത് മഹേഷ് നാരായണൻ്റെ, നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും പിന്നെ കുഞ്ചാക്കോനും അങ്ങനെ കുറച്ച് നിരവധി മൾട്ടി കാസ്റ്റ് ചിത്രമായ പാട്രിയോട്ട് പേര് അവർ ഇതുവരെ പുറത്ത് വന്നുള്ള, പക്ഷേ ഇത് തന്നെയാണ് പേര് മോഹൻലാലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മിക്കവാറും അതിൻ്റെ പേരും പിന്നെ ടീസറാണ് നാളെ വരാൻ പോണത് 12 മണിക്ക്. അപ്പോൾ എന്തായാലും ഒക്ടോബർ 2-ാം തീയതി നമുക്ക് എന്തായാലും ഒരു പൊളി ടീസർ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും കിടിലൻ സിനിമ തന്നെ ആവട്ടെ. അപ്പോൾ സിനിമയുടെ പേര് റിവ്യൂലും പിന്നെ ടീസറും നാളെയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ആസിഫ് അലിയുടെ ടിക്കറ്റ് ആക്ക എന്ന ചിത്രമാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നാളെ ഒക്ടോബർ 2-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഡേറ്റ് വന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ലുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആസിഫ് അലിയുടെ ഒരു KGF തന്നെ ആവട്ടെ സിനിമ. അടുത്ത നമ്മുടെ മാത്യുവിൻ്റെ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ഗ്ലാൻസ് റിലീസ് ചെയ്യേണ്ട യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.